ഗൈസ് ഏവർക്കും ജോയ് വ്ളോഗ് എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതിനു മുന്നേ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പോണ്ട് ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ പൊളിച്ച് മാറ്റി. ഇപ്പോൾ അത് വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പോകട്ടാ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെല്ലൈക്കൻ നിൽക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താഴത്ത് കമൻറ്റ് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന ഇത്ര ഭാഗത്തായിട്ടാണ് പോണ്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ ഇത്തിരി കുഴിക്കേണ്ട ആവശ്യമുണ്ട്. ചെറുതായിട്ട് ഒരു അര അടിയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കുഴിച്ചെടുക്കണം. അത് ഷേപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുഴിച്ചതിന് ശേഷം കാണാം. അങ്ങനെ കഴിച്ച് നമ്മളിത് ഇത്രയും ഭാഗം നമ്മൾ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും പോരാ, കുറച്ചും കൂടെ കുഴിച്ച് നല്ല ഷേപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. കുഴിച്ചിട്ടുണ്ടല്ലോ, നമ്മളിവിടെ നേരത്തെ വെച്ച പല കഷ്ണം വെച്ചിട്ട് ഈ ചാക്കില്ലേ, ഈ ചാക്ക് കീറി വിഴിച്ച് കട്ട് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ചാക്ക് വിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും സാധിച്ചാൽ മുള്ളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് കല്ല് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തർപ്പോളയിൽ അത് കീറാൻ ചാൻസ് ഉണ്ട്. ഇത് ഷീറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. നമ്മളത് ഇത്രയും കുരിശെടുത്തിട്ടുണ്ട് കേട്ടോ. ആർക്കും കണ്ടോ, ഇത്രയും കുഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ആഴത്തിലൊന്നും കുഴിക്കേണ്ട ആവശ്യമില്ല. ഒരു അര അടി അതിനുള്ളിൽ നമുക്ക് കുഴിച്ചാൽ മതി. നമുക്ക് ബാക്കി കുഴിച്ചിട്ട് കാണാം. ഗായ്സ്, ഇപ്പം നമ്മുടെ ഇത് കണ്ടില്ലേ, അടിയിൽ മഴ പെയ്ത കാരണം വെള്ളം നിൽക്കാണ്ട് ചാക്കൊക്കെ വെച്ച് നമ്മൾ തർപ്പോള ഷീറ്റ് അടിയിലത്തെ വിരിച്ചിട്ടുണ്ട്. ഇനിയൊരു ഷീറ്റും കൂടെ വിരിക്കാനുണ്ട്, അതും കൂടെ വിരിച്ചിട്ട് നമുക്ക് കാണാം. കണ്ടില്ലേ, ഇവിടെ വീണ്ടും നമ്മൾ തടി വെച്ചിരിക്കുക. അടിയിൽ നമ്മൾ കുഴിച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുക. അടിയിൽ ശരിക്കും വെള്ളം ഉണ്ട്, കാരണം ചാക്കൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഇനി നമുക്കിനി അടുത്ത ഷീറ്റ് വിരിച്ചിട്ട് കാണാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് കിലോ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കിലോ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളിനി വിരിച്ച് കഴിഞ്ഞിട്ട് കാണാവേ. ഗായ്സ്, ഇതേണ്ട, നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഷീറ്റൊക്കെ നല്ല രീതിയിൽ വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫൈനൽ ഷീറ്റ്. അടിയിലത്തെ ഷീറ്റ് വേറെയാണ്, അത് ഇതിന് മുന്നേ വിരിച്ചിട്ടുള്ള ഷീറ്റ് കേട്ടോ. ഇതിപ്പോൾ പുതിയത് കിലോ ഷീറ്റ് ഇപ്പോൾ വാങ്ങിച്ചു കേട്ടോ. വയ്ക്കുന്നുണ്ട്, മണ്ണൊക്കെ തേച്ചു. തേച്ചാ ഓസ് എടുത്തുണ്ടോ? വെള്ളം ഒഴിക്കാം. വേണ്ട, ഒരു ഓസ് മതി. ഇപ്പോഴും പന്തലൊന്നും പൊളിച്ചിട്ടില്ല കേട്ടോ. വെച്ചാ ഓസ് ഫുള്ള് വെള്ളം ഒഴി. ആദ്യം കുറച്ച് വെള്ളം കള, ഇനി അതിൻ്റെയൊക്കെ ഒഴിച്ചോ. നനക്കാതെ ഒഴി, മണ്ണ് നനക്കാതെ ഒഴിച്ചോ. അങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പോണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം നമ്മുടെ വീഡിയോയിൽ. ആദ്യം നോക്കി ഇവിടുത്തെ ഷീറ്റൊക്കെ ഒന്നിങ്ങനെ വെള്ളം വെച്ച് ജസ്റ്റ് ഒന്ന് തെറിപ്പിച്ച് കളയാം, മണ്ണൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അറിയാം അതെ, വെള്ളം ഒഴിച്ചോണ്ടിരിക്കട്ടെ. നമുക്ക് വെള്ളം നിറഞ്ഞതിന് ശേഷം കാണാവേ. ഗായ്സ്, ഇപ്പോൾ നമ്മുടെ വെള്ളം കണ്ട ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ഏകദേശം ഒരു പകുതിയോളം വെള്ളം ആകുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യണം. ഇപ്പോൾ നേരെ സന്ധ്യ ആയിക്കൊണ്ട് വരാം കേട്ടോ. ഇപ്പം 6 മണി ആകാൻ പോകുന്നു. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം നിറഞ്ഞിട്ട് കാണാം ഗായ്സ്. അപ്പോൾ ഇപ്പം നമ്മുടെ വെള്ളമെല്ലാം ഏകദേശം ഈ ഒരു ഹൈറ്റിൽ വെള്ളം ഇപ്പം നിറച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇതിൻ്റെ അകത്തേക്ക് മീനെ ഇടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സന്ധ്യയായി.
ഏകദേശം ഒരു 6:30 മണിയായി. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മീൻ ഇടാനായിട്ട് പറ്റില്ല. കാരണം ഇപ്പം നമ്മൾ കവറൊക്കെ, അതായത് ഇപ്പം വലയും കാര്യങ്ങളും ഇതിൻ്റെ പുറത്ത് വിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും ലൈറ്റായിപ്പോയി. നാളത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉറപ്പായിട്ടും തന്നെ മീനുകളെ പിടിക്കുന്ന വീഡിയോ നമ്മൾ നാളെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പോണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ നിൽക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താഴത്ത് കമൻറ്റ് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മറ്റ് മീനുകളെ കാണിച്ചു തരാം. നമ്മൾ മറ്റ് മീനുകളിവിടെ ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഓസ്കാർ, സിലോപ്പി എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇന്നലെ 3 ഓസ്കാറും കൂടെ ചേർന്നിട്ടൊരു പണി എന്ന് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മോളി ഫിഷുകളെ ഇവന്മാർ പിടിച്ച് തിന്നത്. അപ്പോൾ അധിക കാലത്തേക്ക് നമുക്ക് ഈ അക്വാറിയത്തിലേക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ അക്വാറിയത്തിൽ നമ്മളൊരു മെമ്പറിനെ കൊണ്ടുവരാനായിട്ട് പോകണം. ഏത് മീനെ വാങ്ങിക്കണം ചേച്ചാ? റെറ്റൈല് മതിയാ? ഓക്കെ, അപ്പോൾ അവൻ പറഞ്ഞ് റെറ്റൈലിനെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഇതിന്റെ അകത്ത് റെറ്റൈൽ ഇടാം, ഇതിന്റെ അകത്ത് ഏഞ്ചൽ ഇടാം. ഇതിൻ്റെ അകത്ത് ഏഞ്ചൽ കിടക്കത്തുള്ളൂ, വലുതല്ലേ ഏഞ്ചൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് റെറ്റൈൽ ഇടാമെന്ന് അവൻ പറഞ്ഞു കേട്ടോ. റെറ്റൈൽ സെവൻ ലൂസ് ഒക്കെ വേറെ നമ്മൾ പിന്നെ വാങ്ങിക്കാം. റെറ്റൈൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേ കേട്ടോ. വാങ്ങിക്കുന്ന വീഡിയോ ഇടാം. മഴയൊക്കെ ആയത് കാരണം നമുക്ക് ഇപ്പോൾ ഇടാൻ പറ്റില്ല, ക്ലാസ്സൊക്കെ ഉള്ളത് കാരണേ. വേണ്ട, മൊത്തം അഴുക്കായി. ഇപ്പോൾ ഇന്നലെ കണ്ട് ക്ലീൻ ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം തന്നെ അഴുക്കായി. ഇവന്മാർ ഇന്നലെ തന്നെ പണി വന്നത് കാരണം വല്ലാത്തൊരിതായി. 2 മോളി ഫിഷിനെ പിടിച്ച് ഇവന്മാർ തിന്ന്, 3 ഓസ്കാറും കൂടെ ചേർന്ന്. ഇവന്മാർക്ക് നല്ല റെഡ് ഷെയ്ഡ് കളർ വന്നിട്ടുണ്ട് കേട്ടോ, നമ്മളെ ചെമ്മീനൊക്കെ കൊടുത്ത കാരണം ഇപ്പോൾ ഇവന്മാർക്ക് റെഡ് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. നാളത്തെ വീഡിയോയിൽ നമ്മൾ ഈ മീനുകളെല്ലാം പിടിച്ച് ആ പോണ്ടിലേക്ക് ഇടുന്ന വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.